കുട്ടി നവീന് പരിചയമുണ്ടോ? ചെറിയൊരു പരിചയം. ഇതെന്റെ ഭാര്യ. ഹലോ ഗാഥ, വാട്ട് ഹാപ്പൻഡ്? കഴിഞ്ഞതൊക്കെ ഓർത്ത് താൻ എപ്പോഴും പേടിച്ചിരിക്കുകയാണോ? അല്ല, പേടിയൊന്നുമില്ല എനിക്ക്. നവീൻ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ സേഫ് ആണെന്ന് എനിക്കറിയാം. ദേ, ആ വഴി അങ്ങോട്ട് വനത്തേക്കാ പോണ്ടേ. ഗാഥയ്ക്ക് ഉറപ്പാണല്ലോ അല്ലേ? ആ, ഉറപ്പാ. നമ്മള് തിരിച്ച് ആ വഴി തന്നെയാ പോണ്ടേ. അയ്യോ നവീൻ, അങ്ങോട്ടേക്കല്ല. ആ, ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടേക്കാ പോണ്ടേ, റൈറ്റിലേക്ക്. നമുക്ക് അല്പം ചുറ്റിക്കറങ്ങിട്ട് പോവാം. എന്താ തിരക്ക്? ഈ മഞ്ഞും തണുപ്പൊക്കെ ഉള്ള പാതിരാത്രിയിലോ? അത് കൊള്ളാം. ആരീ പറയുന്നത്? നട്ടപ്പാതിരേക്ക് കാടിന്റെ ആംബിയൻസ് കാണാനായിട്ട് മോളിക്കുട്ടിയുടെ കൂടെ ഓട്ടോയിൽ ഇറങ്ങി പുറപ്പെട്ട കഥയും. സത്യത്തിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായത് നന്നായി. അതെന്താ? അതുകൊണ്ട് ഇങ്ങനൊരു നല്ല യാത്ര നമുക്ക് കിട്ടിയില്ലേ? നമ്മുടേതായ കുറച്ച് സ്വകാര്യ സുന്ദര നിമിഷങ്ങൾ. പോവാം. വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബലമായിട്ട് അർച്ചനയും കൂട്ടി വീട്ടിലേക്ക് പോവാം. പക്ഷെ അവിടെ ചെല്ലുമ്പോ അർച്ചന ആരെയും തിരിച്ചറിയുന്നില്ലെങ്കിൽ വേണ്ട. ഇങ്ങനൊരു അവസ്ഥയില് അവരാരും അർച്ചനെ കാണണ്ട. ഇന്നുവരെ ഞാൻ അർച്ചനയുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ചിട്ടുള്ളത്. ഓർമ്മ തിരിച്ചു കിട്ടാത്ത അർച്ചനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കും? സച്ചേട്ടന്റെ മനസ്സിലാളുന്ന തീയിൽ ഞാൻ വെന്ത് വെണ്ണീറായി പോകുന്ന എനിക്കറിയാം. വേണമെങ്കിൽ ഈ നിമിഷം എനിക്കെല്ലാം സച്ചേട്ടനോട് തുറന്നു പറയാം. പക്ഷെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് സച്ചേട്ടന്റെ ജീവനാ. ഈശ്വര, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചപ്പോ നീ അർച്ചനെ എന്റെ മുന്നിൽ കൊണ്ടു തന്നു. പക്ഷെ എന്തിനായിരുന്നു എന്നോട് ഇങ്ങനൊരു ചതി കാണിച്ചത്? എല്ലാം കൈവിട്ടു പോകും മുമ്പ് എത്രയും വേഗം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചേ പറ്റും. എന്റെ മോളെയും കൊണ്ട് എനിക്ക് സച്ചേന്റെ അടുത്തേക്ക് തിരിച്ചു പോണം.
മേഡം എന്തെങ്ങനെ അന്തവിട്ട് നോക്കുന്നത്? ഞാൻ ഗാഥയും കൊണ്ട് വന്നോണ്ടാണ്. ഇയാൾ ഇന്നലെ രാത്രി എനിക്ക് വനത്തിൽ വെച്ച് കിട്ടിയതാ. കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ കാട് മൊത്തം ഒന്ന് കറങ്ങി, അതാ വരാൻ ലേറ്റ് ആയത്. മേഡത്തിനെന്താ ഞങ്ങളെ കണ്ടിട്ടൊരു സന്തോഷമില്ലാത്തത്? ഇനി മേഡം അറിയാതെയാണോ മോളിക്കുട്ടിയോടൊപ്പം ഗാഥ പോയത്? അല്ലല്ല, എന്നോട് പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഇവള് കാടക്കൊന്നും കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ അനുവാദം കൊടുത്തത്. മോളിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ വിട്ടത്. നവീൻ ഇഷ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞത്, അവള് കേട്ടില്ല. ഹേയ്, എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. മാത്രമല്ല ഇന്നലെ ഗാഥ പുറത്തേക്ക് വന്നുകൊണ്ട് രാത്രി മുഴുവൻ ഞങ്ങളൊന്ന് കറങ്ങി. എന്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ഏറ്റവും നല്ല മുഹൂർത്തങ്ങളായിരുന്നു ഇന്നലെ. നവീൻ, പൂജയ്ക്ക് പോകാനുള്ള സമയമായി. ഇനി സംസാരിച്ച് തന്നാ ചിലപ്പോ ലേറ്റ് ആവും. ഗാഥ, താൻ പെട്ടെന്ന് റെഡിയാവും. അപ്പോഴേക്കും ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. എന്താ മോളെ ഉണ്ടായത്? അത് മാഡം